ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് പറയാനായിട്ട് റെസിഗ്നേഷനെ കുറിച്ചാണ്. എപ്പോൾ നമുക്ക് റെസിഗ്നേഷൻ കൊടുക്കാം? കുറേ പേരുടെ ഡൗട്ടാണ്. നമുക്ക് വൺസ് ഒരു വിസയും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 ഇയർ കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ നമുക്ക് റെസിഗ്നേഷൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അവർ വിസ കോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സാലറി തരില്ല, നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആക്കി തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേർക്ക് പേടിയായിട്ട് ഒരു ജോലി ഇഷ്ടമല്ലെങ്കിൽ പോലും അവരത് കണ്ടിന്യൂ ചെയ്ത് ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വൺസ് എപ്പോൾ റെസിഗ്നേഷൻ കൊടുക്കാം. വൺസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമുക്ക് ഓഫർ ലെറ്റർ തരും, പിന്നെ നമ്മുടെ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കും, പിന്നെ നമ്മുടെ വിസ പ്രോസസ്സിങ് ചെയ്യും. അപ്പോൾ വിസ പ്രോസസ്സിങ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലേബർ കോൺട്രാക്ട്. അത് സൈൻ ചെയ്ത് നമ്മളെ ലേബർ കാർഡ് കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ആക്കി തരും. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓൾറെഡി ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും റെസിഗ്നേഷൻ പീരീഡ് 1 മന്ത് ആണോ 3 മന്ത് ആണോ 6 മന്ത് ആണോ എന്നുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഓഫർ ലെറ്റർ കളയാണ്ട് സൂക്ഷിച്ചു വെക്കുക. ഓഫർ ലെറ്ററിൽ നിങ്ങളുടെ മാനേജർ അല്ലെങ്കിൽ HR ആ കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ ചെയ്ത് അവർക്ക് കൊടുക്കാൻ. ആ സൈൻ ചെയ്ത നിങ്ങൾ സൈൻ ചെയ്തതും അവർ സൈൻ ചെയ്ത പേപ്പറും നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വാങ്ങി വെക്കുക. അത് നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വരും. ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ പലരും ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്ത് വെക്കാറില്ല. അത് എവിടെയെങ്കിലൊക്കെ നഷ്ടപ്പെടുത്താറുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡ്രൈവിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ഓഫർ ലെറ്റർ രണ്ട് പാർട്ടിയും സൈൻ ചെയ്ത ഓഫർ ലെറ്റർ നിങ്ങൾ ഇതാക്കി വെക്കുക. അപ്പൊ അതാണ് നിങ്ങളുടെ ഓഫർ ലെറ്റർ. അവർ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത്ര ജോബ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ റെസിഗ്നേഷൻ നിങ്ങളിപ്പോ വർക്ക് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു, നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊന്നല്ല അവിടെ നടക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റെസിഗ്നേഷൻ കൊടുക്കാം. ആസ് പെർ നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ എത്ര മന്ത് ആണോ മെൻഷൻ ചെയ്തേക്കുന്നത് ആ റെസിഗ്നേഷൻ മന്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആ ഒരു മന്ത് വരെ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അതിന് നിങ്ങൾ വിസ കോസ്റ്റിനോ അല്ലെങ്കിൽ ലൈസൻസ് ക്യാൻസലേഷനോ ലേബർ കാർഡ് ക്യാൻസലേഷനോ നിങ്ങൾ യാതൊരു ദറംസോ കാര്യങ്ങളോ പേയ്മെന്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾക്ക് സാലറി തരാതിരിക്കാനോ സാലറി ഹൈഡ് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ ഒന്നും ചെയ്യാനായിട്ട് അവർക്കും ഒരു റൈറ്റ്സും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുക, എന്ത് കംപ്ലൈന്റ് കൊടുക്കുക എന്നൊക്കെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യുക? കംപ്ലൈന്റ് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുക. എന്നെ ഫോളോ ചെയ്ത് കംപ്ലൈന്റ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് വൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ആ റെസിഗ്നേഷനെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെസിഗ്നേഷൻ വിളിക്കാം. നിങ്ങൾക്ക് 2 ഇയറോ 1 ഇയറോ അങ്ങനെ ആസ് പെർ ഇത് വിസയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് എന്ത് ചെയ്യുന്ന അവിടെ നിന്ന് ഇറങ്ങി വരാനായിട്ട്. പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. എന്തെങ്കിലും more റിലേറ്റഡ് ആയിട്ട് അറിയണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുക. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന